ഹലോ മക്കൾസ്, നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിൽ അല്ലേ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ ഭാഗം കുറച്ച് കൺഫ്യൂഷൻ വരുന്നൊരു ഭാഗമാണ്. അതിന് നമുക്ക് എക്സാമിന് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ഓക്കെ, 1-2 മാർക്സിനുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ കൺഫ്യൂഷൻ നമുക്ക് ഈ ഒരു വീഡിയോയോട് കൂടി അങ്ങ് തീർക്കാം. നോക്കൂ, മാഷ് ഇവിടെ ഒരു പ്രോബ്ലം ഇട്ടിട്ടുണ്ട്, കണ്ടോ? 2.0 കിലോമീറ്റർ ഈക്വൽ ടു ഡാഷ് മീറ്റർ. അതായത് 2.0 കിലോമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതണം. നോക്കൂ, എ 2000 മീറ്റർ, ബി 2.0 × 10³ മീറ്റർ, സി പാർട്ട് 0.2 × 10⁴ മീറ്റർ, ഡി ഓൾ ഓഫ് ദി അബവ്. ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഒന്ന് നോക്കിയേ. 2.0 കിലോമീറ്റർ എത്ര മീറ്റർ ആണെന്നാണ് നമ്മുടെ ചോദ്യം. 2.0 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 2000 മീറ്റർ എന്നല്ലേ അല്ലേ? ഇത് 2 കിലോമീറ്റർ എന്നല്ലേ? അപ്പോൾ 2000 മീറ്റർ ശരിയാണല്ലോ. ഇനി 2.0 × കിലോമീറ്ററിന് 10⁴ മീറ്റർ എന്നല്ലേ എഴുതുക, അതും കറക്റ്റാണ്. അടുത്ത നോക്കൂ, ഒരു ഡെസിമൽ ഇപ്പുറത്തേക്ക് കിട്ടും, 0.2 × 10⁴ മീറ്റർ. ശരിയല്ലേ? ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ഓൾ ഓഫ് ദി എബോവ് എന്നുള്ള ഉത്തരമല്ലേ ശരിയാവുക? അതെ. ഓക്കെ, പക്ഷേ ഇവിടെ അതല്ല ആൻസർ വരുന്നത്. ആൻസർ ഏതാണെന്നറിയോ? ഇതിലെ ബി ആണ് ആൻസർ. 2.0 × 10⁻³ മീറ്റർ ആണ് ശരിയായ ഉത്തരം. ക്ലിയർ ആയോ? ബി പാർട്ട്. അതെങ്ങനെയാണ് ആ ഒരു ഉത്തരം വരുന്നത്? അവിടെയാണ് നമുക്ക് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ, അതായത് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മെഷർമെൻറ്റിൽ എത്ര അക്കങ്ങൾ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ആ കോൺഫിഡൻ്റ് ആയിട്ട് എഴുതുന്ന അക്കങ്ങളുടെ എണ്ണത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറയുക. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇൻ എ മെഷർമെൻറ്റ് ടെൽസ് അബൌട്ട് ദ നമ്പർ ഓഫ് ഡിജിറ്റ്സ് ദാറ്റ് വി ആർ കോൺഫിഡൻറ്റ് ഓഫ്. ഓക്കെ, അപ്പോൾ ഇവിടെ 2.0 എന്ന് പറയുമ്പോൾ പോയിന്റ് കഴിഞ്ഞ് ആ 0 എന്ന് ഇട്ട് കഴിഞ്ഞാൽ അവിടെ 0.0 ആണ് വരുന്നത് നമ്മൾ ഉറപ്പിച്ച് പറയുകയാണ്. അപ്പോൾ ഇതിവിടെ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് കൺവേർട്ട് ചെയ്ത് എഴുതുമ്പോൾ എന്ത് വേണം? 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വരണം. ക്ലിയർ ആയോ? അപ്പോൾ നമുക്ക് ഇതിപ്പോൾ എങ്ങനെയാണ് നമ്മളിപ്പോൾ ഈ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വെറുതെ എങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതിന് ചില റൂൾസ് ഉണ്ട്. നമുക്ക് ആ റൂൾസിലേക്ക് ഒന്ന് പോവാം. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കണ്ടുപിടിക്കാനുള്ള റൂൾസ്. ഓക്കെ, ആ റൂൾസ് മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി, അല്ലാതെ ഡെഫിനിഷനൊന്നും ഓർക്കേണ്ട. അതിനോട് അനുബന്ധിച്ച് കുറച്ച് കാര്യങ്ങളും കൊണ്ട് അതും കൂടെ ഓർത്ത് വയ്ക്കുക. നോക്കൂ, മാഷൊരു നമ്പർ എഴുതുന്നു, 325, 325. ഇതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വരുന്നത് 3 ആണ്. ഈ ഒരു റൂളാണ് നമ്മുടെ ആദ്യത്തെ റൂള്. ഫസ്റ്റ് റൂള് പറയുന്നത് ഒരു മെഷർമെൻറ്റിലെ 0 എല്ലാ അക്കങ്ങളും സിഗ്നിഫിക്കൻ്റ് ആണ്. എന്താണ്? ഓൾ നോൺ സീറോ ഡിജിറ്റ്സ്. ഓക്കെ, ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. 0 എല്ലാ അക്കങ്ങളും സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ 0 എല്ലാ അക്കങ്ങളും സിഗ്നിഫിക്കൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വലിയ ഡിജിറ്റ് എഴുതിയാലും, ഇപ്പോൾ 5, 4, 7, 6. ഓക്കെ, ഇതിലെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? പറയൂ, എത്രയാ? 4. ഓക്കെ, അപ്പോൾ ആദ്യത്തെ റൂള് ക്ലിയർ ആയോ? നിങ്ങൾക്ക് ഏത് നമ്പർ വന്നു കഴിഞ്ഞാലും അതിൽ 0 എല്ലാ അക്കങ്ങളും സിഗ്നിഫിക്കൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ 0 എല്ലാ അക്കങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു സംശയം വന്നു അല്ലേ? 0 വന്നാലോ? 0 വരുമ്പോൾ നമ്മൾ അടുത്ത റൂൾ ഉപയോഗിക്കുന്നു. ക്ലിയർ ആയോ? അതായത് രണ്ടാമത്തെ റൂള്. നമ്മൾ 0ൻ്റെ ഇത് കേസ് പറയുന്നത് ട്രാപ്ഡ് സീറോസ്. എന്താ ഈ ട്രാപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ? പെട്ടുപോവുക അല്ലേ? അതായത്
between two non-zero digits. Non-zero digits. Okay, or two significant digits. Two significant digits. പക്ഷെ അത് വ്യക്തമാക്കി പറഞ്ഞുതരാം. അപ്പോൾ രണ്ടാമത്തെ റൂൾ വരുന്നത് സീറോസ് ഇൻ ബിറ്റ്വീൻ ടു നോൺ സീറോ ഡിജിറ്റ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ രണ്ട് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സിന് ഇടയ്ക്കാണെങ്കിൽ ആ സീറോസ് എന്താണ്, സിഗ്നിഫിക്കൻ്റ് ആയിട്ടാണ് നമ്മൾ മെഷർ ചെയ്യേണ്ടത്, കൗണ്ട് ചെയ്യേണ്ടത്. സിഗ്നിഫിക്കൻറ്റ്. ഓക്കെ, ദ സീറോസ് ഇൻ ബിറ്റ്വീൻ ടു നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് മാഷ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. നോക്കൂ, രണ്ട് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡിജിറ്റുകൾക്ക് ഇടയ്ക്ക് വരുന്ന എല്ലാ പൂജ്യങ്ങളും സിഗ്നിഫിക്കൻ്റ് ആണ്. അല്ല, രണ്ട് പൂജ്യമല്ലാത്ത അക്കങ്ങൾക്ക് ഇടയ്ക്ക് വരുന്ന സീറോസ് എല്ലാം സിഗ്നിഫിക്കൻ്റ് ആണ്. ക്ലിയർ? അപ്പോൾ നോക്കൂ, ഫോർ എക്സാമ്പിൾ 2004. ഓക്കെ, 2004 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ എണ്ണം എത്ര വരിക? നേരത്തെ നമ്മൾ പറഞ്ഞു പൂജ്യമല്ലാത്ത എല്ലാ അക്കങ്ങളും സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ കൗണ്ട് ചെയ്തു. ക്ലിയർ? ഇനി ഈ പൂജ്യം വരുന്നത് എവിടെയാണ്? രണ്ട് പൂജ്യമല്ലാത്ത അക്കങ്ങൾക്ക് ഇടയ്ക്കാണ്. അപ്പോൾ ആ പൂജ്യത്തിന് എന്ത് ചെയ്യണം? കൗണ്ട് ചെയ്യണം. അപ്പോൾ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്ര വരിക? 4. ക്ലിയർ ആയോ? ഇനി മാഷ് വേറൊരു എക്സാമ്പിൾ പറയുന്നു. 1203. ഓക്കെ, ഇതിലെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ എണ്ണം എത്ര വരിക എന്ന് പറഞ്ഞേ അല്ലേ? ഇതിൽ 1, 2, ഈ 3യും കൗണ്ട് ചെയ്യണം. നോൺ സീറോ ഡിജിറ്റാണ് ആദ്യത്തെ റൂള്. ഇനി ഈ 0 നമ്മൾ കൗണ്ട് ചെയ്യണ്ടേ? കൗണ്ട് ചെയ്യണം, കാരണം ഇൻ ബിറ്റ്വീൻ ടു സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റാണ്, അതുകൊണ്ടും 4. ക്ലിയർ ആയോ? ഓക്കെ, ഇനി മൂന്നാമത്തെ റൂള് പറയുന്നത്, തേർഡ് റൂള്, നമ്മുടെ മൂന്നാമത്തെ റൂള്, 0 വരുന്നത് തുടക്കമാണെങ്കിൽ, ക്ലിയർ, ഇനീഷ്യൽ സീറോസ്, ഇനീഷ്യൽ സീറോസ്, ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? ലീഡിങ് സീറോസ്. തുടങ്ങുന്നത് തന്നെ പൂജ്യമാണെങ്കിൽ ലീഡിങ് സീറോസ് ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ്. ഇത് ഓർത്തു വയ്ക്കുക, ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ്. The initial zeros or leading zeros are not significant. For example, മാഷ് ഇങ്ങനെ എഴുതുന്നു 0.00203. ഇതിൽ നമ്മുടെ ആദ്യത്തെ റൂൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നോൺ സീറോ ഡിജിറ്റ് ആയിട്ടുള്ള 2 and 3 നമ്മൾ കൗണ്ട് ചെയ്യും. ഓക്കെ, ഇനി ഈ 0 കിടക്കുന്നത് രണ്ട് നോൺ സീറോ ഡിജിറ്റിന് ഇടയ്ക്കാണ്, അപ്പോൾ അതും കൗണ്ട് ചെയ്യണം. ഇനി നമ്മുടെ സംശയം വരുന്നത് ഈ പൂജ്യത്തിനെ പറ്റിയാണ്. ക്ലിയർ? ഇതാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഇനീഷ്യൽ സീറോസ് അല്ലെങ്കിൽ ലീഡിങ് സീറോസ് ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ്. അപ്പോൾ ഈ പൂജ്യം നമ്മൾ കൗണ്ട് ചെയ്യോ? ഇല്ല. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ വരിക? വാട്ട് ഈസ് ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ? എത്ര വരുന്നത്? 3. ക്ലിയർ ആയോ? ഇനി 0.02045 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്രയാ? 2, 4 അല്ലേ? 4. അപ്പോൾ മാഷിത് ഓരോ റോള് പറയാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ എക്സാമ്പിൾ എഴുതുന്നത്. ഇനി ഇതിൻ്റെ അപ്പുറത്ത് പൂജ്യം എഴുതിയ എന്താണെന്ന് ചോദിക്കേണ്ട, ആ റൂളിലേക്കാണ് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നോക്കൂ, മാഷ് ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെ നമുക്ക് ഈ രീതിയിൽ കിട്ടിയെന്ന് വിചാരിക്കൂ. അതേ സംഭവം ഞാൻ ഈ രീതിയിൽ എഴുതും. 1.00203 ഓക്കെ, ഇതിലെന്തായിരിക്കും സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ എണ്ണം? നോക്കി, 0.002030. പേനും പേപ്പറൊക്കെ ഉണ്ടല്ലോ അല്ലേ? എഴുതിയെടുക്കണം കേട്ടോ, എഴുതിയെടുത്ത് ചെയ്യണം. അപ്പോൾ ഇതിൽ നേരത്തെ റൂൾ പ്രകാരം 2, 0, 3 ഇത് കൗണ്ട് ചെയ്യാം.
അപ്പം 3 എണ്ണമായി. ഇത് നമ്മൾ പറഞ്ഞു ഇനീഷ്യൽ സീറോസ് കൗണ്ട് ചെയ്യില്ല. ഓക്കെ, ഈ 0നെ കുറിച്ച് അതാണ് നമ്മുടെ അടുത്ത റൂള് വരുന്നത്. ദ എൻഡിങ് സീറോസ്, നാലാമത്തെ റൂള് പറയുന്നത് എൻഡിങ്, അവസാനിക്കുന്ന പൂജ്യങ്ങൾ, എൻഡിങ് സീറോസ്. ഇതിന് നമ്മളൊരു പേരും കൂടെ പറയും, ട്രെയിലിംഗ് സീറോസ്. അവസാനിക്കുന്ന പൂജ്യങ്ങൾ, അതാണ് എൻഡിങ് അല്ലെങ്കിൽ ട്രെയിലിംഗ് സീറോസ്. ആർ സിഗ്നിഫിക്കൻറ്റ്. പക്ഷെ ഇവിടെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. ആർ സിഗ്നിഫിക്കൻറ്റ് എങ്ങനെയാ? ഇഫ് ഇറ്റ് കംസ് ആഫ്റ്റർ എ ഡെസിമൽ. എല്ലാ എൻഡിങ് സീറോസും സിഗ്നിഫിക്കൻ്റ് ആണെന്നല്ല പറയുന്നത്. എങ്ങനെയാണ്? എൻഡിങ് സീറോസ് ഓർ ട്രെയിലിംഗ് സീറോസ് ദേ ആർ സിഗ്നിഫിക്കൻറ്റ്. എങ്ങനെ? ഇഫ് ഇറ്റ് കംസ് ആഫ്റ്റർ എ ഡെസിമൽ പോയിന്റ്. ഒരു ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് എൻഡിൽ വരുന്ന പൂജ്യങ്ങൾ സിഗ്നിഫിക്കൻ്റ് ആണ്. ഇതിൽ ഇനീഷ്യൽ സിഗ്നിഫിക്കൻ്റ് അല്ല, എൻഡിൽ വരുന്നത് സിഗ്നിഫിക്കൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ മാഷ് ഒരു പ്രോബ്ലം എഴുതി തരാം. ഫോർ എക്സാമ്പിൾ, നോക്കൂ, പെട്ടെന്ന് പറയൂ. 0.00100. എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട് ഇതിൽ? എത്രയാ? 3. വെരി ഗുഡ്, 3. അപ്പോൾ ഈ 3 നമ്പേഴ്സാണ് നമ്മൾ കൗണ്ട് ചെയ്തത് അല്ലേ? ഇനീഷ്യൽ സീറോസ് കൗണ്ട് ചെയ്യാൻ പാടില്ല, 1 നമുക്ക് കൗണ്ട് ചെയ്യാം. എൻഡിങ് സീറോസ് കൗണ്ട് ചെയ്യാം ഇഫ് ഇറ്റ് കംസ് ആഫ്റ്റർ എ ഡെസിമൽ. ഡെസിമൽ പോയിന്റിന് അപ്പുറത്താണ് വരുന്നതെങ്കിൽ നമുക്കതിനെ കൗണ്ട് ചെയ്യാം, ഇനീഷ്യലല്ല എൻഡിങ്ങില്ല. അപ്പോൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ 3 ആണ് വരുന്നത്. ക്ലിയർ? 100. ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമ്മുടെ അടുത്തൊരു റൂള് പറയുന്നത്, നിങ്ങൾക്ക് ഏത് ഡിജിറ്റ് തന്നാലും പെട്ടെന്ന് പറയാവുന്നൊരു കാര്യമാണ്. നമ്മളൊരു നമ്പറിനെ ഇങ്ങനെ എഴുതുമെന്ന് വിചാരിക്കൂ. ഇപ്പോൾ 10.00, ഇതിനൊരു ഇൻ്റഗ്രൽ പാർട്ടുമുണ്ട്, ഡെസിമൽ പാർട്ടുമുണ്ട് അല്ലേ? അതായത് ഒരു നമ്പറിനെ നമ്മളൊരു ഡെസിമൽ പോയിന്റ് വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് എഴുതിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒന്നും നോക്കണ്ട, എല്ലാ അക്കങ്ങളും സിഗ്നിഫിക്കൻ്റ് ആണ്. അത് 0 ആയാലും 0 അല്ലാത്ത അക്കങ്ങളാണെങ്കിലും എല്ലാം സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൻ്റെ എണ്ണം എത്രയും വരിക? ഇതെണ്ണണം, ഇതൊക്കെ എണ്ണണം. അപ്പോൾ 4 ആണ് വരിക. അപ്പോൾ എന്താണ്? ഒരു നമ്പറിനെ നമ്മൾ ഡെസിമൽ വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇഫ് ദർ ഈസ് എ ഡെസിമൽ പോർഷൻ ആൻഡ് ഇൻ്റഗ്രൽ പോർഷൻ, 2 ഭാഗമായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ, ക്ലിയർ ആയോ? 2 ഭാഗമായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൻ്റെ എണ്ണം എത്രയാണ്? 4. ഐ മീൻ എല്ലാ അക്കങ്ങളും എണ്ണണം. ഈ തന്നിട്ടുള്ള പ്രോബ്ലത്തിൽ എത്ര വരിക? 4 ആണ് വരിക. അപ്പോൾ മാഷ് നേരത്തെ തന്നിരുന്നൊരു ഡിജിറ്റ് ഉണ്ടായിരുന്നില്ലേ? 2.0 അല്ലേ? ഇത്രയും കിലോമീറ്റർ എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത് അല്ലേ? അപ്പോൾ ഇതിൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൻ്റെ എണ്ണം എത്രയാ? ഈ 2 എന്നുള്ളത് സിഗ്നിഫിക്കൻ്റ് ആണ്, ഈ 0യും സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ നമുക്കിവിടെ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സാണ് വരുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത്രയും കൺസെപ്റ്റ് ക്ലിയർ ആയോ? ഇനി പലപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു സംശയം, ഇപ്പം നമ്മളൊരു ഡിജിറ്റ് എഴുതുമ്പോൾ ഈ രീതിയിൽ എഴുതിയെന്ന് വിചാരിക്കൂ. 2.1 × 10⁻³ ഇതാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പർ. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ എണ്ണം കണ്ടുപിടിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് നമ്മൾ പറയുക, ഇങ്ങനെ 10ൻ്റെ പവറായിട്ട് എഴുതുന്നതിന് എന്താ പറയുക? ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് എന്നാണ് പറയുക കേട്ടോ. ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ എപ്പോഴും സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡിനെ പരിഗണിക്കില്ല. ക്ലിയർ? ഇത് സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൽ നമ്മൾ കൂട്ടില്ല. എന്ത് മാത്രം ചെയ്താൽ മതി? ഇവിടെ വരുന്ന
ഡിജിറ്റ്സ് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൻ്റെ എണ്ണം എത്രയാ 2.1 എത്രയാ വരിക? 2. ക്ലിയർ ആയോ? അപ്പം നമ്മൾ അതുകൊണ്ടാണ് നേരത്തെ മാഷ് എഴുതിയ 2.0 × 10⁻³ എന്ന് എഴുതിയാലും എത്രയാ സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൻ്റെ എണ്ണം? 2 ആണ് വരിക. അതാണ് നമ്മൾ ആ സെക്കൻഡ് ഓപ്ഷൻ മാത്രമാണ് ശരിയെന്ന് പറഞ്ഞത്. ക്ലിയർ ആയോ? ഇനി അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് നോക്കരുത്, ഇവിടുത്തെ ഡിജിറ്റ് നോക്കുക, അതിൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ എണ്ണം പറയും. ഓക്കെ, അപ്പോൾ മാഷ് കുറച്ച് പ്രോബ്ലംസ് തരാം, ഒന്ന് ചെയ്ത് നോക്കിയേ. ഓക്കെ, ഫൈൻഡ് ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഫൈൻഡ് the number of significant figures. പക്ഷേ എഫ് എന്ന് എഴുതിയിട്ടുള്ളത് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ് കേട്ടോ. എ 5 2 3 5, ബി 5 0 2 3, സി 500, D 5.00, E 5.0 × 10⁻³, F 0.0050 and G 0.500. എഴുതിയെടുത്തൊന്ന് ചെയ്യൂ. ഇതിലെ ഓരോന്നിലെയും സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ എണ്ണം പറയണം. നമ്മൾ പഠിച്ച റൂൾസ് ആണ് അപ്ലൈ ചെയ്യേണ്ടത്. നോക്കിയോ? പ്രോസമർത്തി ചെയ്യാൻ മറക്കരുത് കേട്ടോ. നോക്കിയോ? എ പാർട്ട് 5 2 3 5. ഫസ്റ്റ് റൂള് പ്രകാരം എല്ലാ ഡിജിറ്റും സിഗ്നിഫിക്കൻ്റ് ആണ് അല്ലേ? അപ്പോൾ ഇതിലെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ എണ്ണം എത്രയാണ് വരിക? കണ്ടുപിടിച്ചോ? എത്രയാണ് വരിക? പറയൂ. 4. അടുത്ത നോക്കൂ, 5 0 2 3. ഇതിലെ ഈ 0 എന്താണ്? സിഗ്നിഫിക്കൻ്റ് ആണ് അല്ലേ? കാരണം 2 പൂജ്യമല്ലാത്ത അക്കങ്ങൾക്കിടയ്ക്ക് അല്ലെങ്കിൽ 2 സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റിനിടയ്ക്കാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെയും 4. അടുത്ത് നോക്കൂ, 500. മാഷ് പറഞ്ഞിരുന്നു എൻഡിങ് സീറോസ് സിഗ്നിഫിക്കൻ്റ് ആവുന്നത് എപ്പോഴാണ്? ഡെസിമൽ പോയിന്റ് ഉണ്ടെങ്കിൽ മാത്രമേ സിഗ്നിഫിക്കൻ്റ് ആവുള്ളൂ. ക്ലിയർ? ഡെസിമൽ പോയിന്റ് ഇല്ല എങ്കിൽ ദേ ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ്. അപ്പോൾ എൻഡിങ് സീറോസ് ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ് ഇഫ് ദർ ഈസ് നോ ഡെസിമൽ. ഡെസിമൽ പോയിന്റ് ഉണ്ടെങ്കിൽ എൻഡിങ് സീറോ സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ അതിൽ എത്രയാണ് വരുന്നത്? എത്രയാ? ഇത് രണ്ടും എണ്ണരുത്. കിട്ടിയാ? 1. ഇനി എത്ര 0 ഇട്ടാലും ആ 0 നമ്മൾ എണ്ണുമോ? ഇല്ല. വെറുതെ കുറേ 0 ഇട്ടിട്ട് കാര്യമില്ല. അതിൻ്റെ അക്യുറസി കാണിക്കുന്ന ആ ഒരൊറ്റ ഡിജിറ്റ് മാത്രമേ, ഏതാണ്ട് 500 എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. കൃത്യമായിട്ട് നമ്മൾ പറയുമ്പോൾ 500.0, കാരണം അത് കഴിഞ്ഞിട്ട് ഒന്നുമില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റണം. അടുത്ത നോക്കൂ, ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ റൂൾ അപ്ലൈ ചെയ്യുന്നത് അല്ലേ? ഒരു ഡെസിമൽ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ഇതിനൊരു ഇൻറ്റിജർ പാർട്ടും ഉണ്ട്, ഡെസിമൽ പാർട്ടും ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ അക്കങ്ങളും എണ്ണാം. ഈ വരുന്ന 0 എണ്ണാം. അപ്പോൾ എത്ര വരിക? 3 ആണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൻ്റെ എണ്ണം. അടുത്ത നോക്കിയേ, 5.0 × 10⁻³. 5.0 × 10⁻³ 10⁻³ നമ്മൾ കൗണ്ട് ചെയ്യോ? ഇല്ല. അപ്പോൾ ഇതിന് കൗണ്ട് ചെയ്യേണ്ട. ദിസ് ഈസ് ദി ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ ഇത് എത്ര വരിക? 2. ക്ലിയർ? അടുത്ത് നോക്കൂ, 0.0050. ആദ്യത്തെ പൂജ്യങ്ങൾ എണ്ണാൻ പാടില്ല. ഓക്കെ, ദ ഇനീഷ്യൽ സീറോസ് ആഫ്റ്റർ ദ ഡെസിമൽ അല്ലേ? ഇനീഷ്യൽ സീറോസ് ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ്. ദ എൻഡിങ് സീറോ ഈസ് സിഗ്നിഫിക്കൻറ്റ് ഇഫ് ഇറ്റ് കംസ് ആഫ്റ്റർ ഡെസിമൽ. അപ്പോൾ അതുകൊണ്ട് ഇതിൽ വരുന്നത് 2. ഇനി അടുത്ത് നോക്കൂ, 0.500. ദ സീറോസ് ആർ ആഫ്റ്റർ ദ ഡെസിമൽ. അതുകൊണ്ട് അതും കൗണ്ട് ചെയ്യണം. ഇപ്പോൾ 3 ആണ് വരിക.
ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗം ക്ലിയർ ആയോ? എങ്ങനെയാണ് നമുക്ക് തന്നിട്ടുള്ളൊരു മെഷർമെൻറ്റിലെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ എണ്ണം കണ്ടുപിടിക്കുന്നത്? ക്ലിയർ? അപ്പോൾ ആക്ച്വലി സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ആ മെഷർമെൻറ്റിൻ്റെ കൃത്യതേനെയാണ് കാണിക്കുക. കൃത്യത എന്ന് പറഞ്ഞാൽ എന്താ? അക്യുറസി എന്നാണ് പറയുക അല്ലേ? അക്യുറസി ഓഫ് ദ മെഷർമെൻറ്റ്. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന കൺസെപ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ എണ്ണം കൂടിയാൽ, ഒരു മെഷർമെൻറ്റ് തന്നു കഴിഞ്ഞ് അതിലെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ എണ്ണം കൂടുതലാണെങ്കിൽ അതിനർത്ഥം എന്താണ്? അതിൻ്റെ അക്യുറസി വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് ഇടയ്ക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്, വൺ വേർഡ് ക്വസ്റ്റൻ ആയിട്ട് വരാറുണ്ട്. വാട്ട് ഹാപ്പൻസ് ടു ദി അക്യുറസി ഓഫ് ദ മെഷർമെൻറ്റ് വിത്ത് ദ ഇൻക്രീസ് ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ? എന്താണ്? കൂടുന്നു എന്നാണ് പറയുക. മെഷർമെൻറ്റിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ മാഷ് ഇവിടെ 2 വാല്യൂസ് എഴുതുന്നു. ഒരാൾ റീഡിങ് എടുത്തപ്പോൾ 50.00 സെൻറ്റിമീറ്റർ എന്ന് എഴുതി വെച്ചു. അടുത്തയാൾ റീഡിങ് എടുത്തത് 50.0 സെൻറ്റിമീറ്റർ എന്നാണ്. ഇതിലേതാണ് കൂടുതൽ അക്യുറേറ്റ്, കൃത്യമായിട്ടുള്ളത്? പറ, ഏതാണ്? ആദ്യത്തെ അല്ലേ? കാരണം എന്താ? ഇവിടെ നോക്കൂ, ഡെസിമൽ കഴിഞ്ഞ് 2 പ്ലേസിന് വരെ അയാൾ കറക്റ്റായിട്ടാണ് ഉത്തരം പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഡെസിമൽ കഴിഞ്ഞിട്ട് 1 പ്ലേസേ ഉള്ളൂ, പിന്നെ അയാൾക്ക് ഉറപ്പില്ല എന്താണെന്ന് വരിക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെയല്ലേ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ എണ്ണം കൂടുതൽ? ഇതിലെത്രയാണ് വരുന്നത്? മറന്നുപോയാ? 4 എണ്ണം അല്ലേ? ഈ പൂജ്യമൊക്കെ കൗണ്ട് ചെയ്യണ്ടേ? കാരണം ഡെസിമൽ വന്നു. അപ്പോൾ അപ്പുറത്ത് എഴുതുന്ന പൂജ്യവും ഇവിടെയുള്ള പൂജ്യമൊക്കെ കൗണ്ട് ചെയ്യണം. 4. ഇവിടെയോ 3 വരുന്നുള്ളൂ. അപ്പോൾ നോക്കൂ, ഇതിലാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൻ്റെ എണ്ണം കൂടുതൽ. അതുകൊണ്ട് അക്യുറസി ഏതാണ്? ഇതാണ് കൂടുതൽ. അപ്പോൾ പലപ്പോഴായിട്ട് എക്സാമിന് ഇത്തരം പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്, വൺ വേർഡ് ക്വസ്റ്റൻ ഒക്കെ വരാറുണ്ട്. അത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി മാഷ് വേറൊരു കാര്യം പറയുന്നു. നോക്കൂ, നിങ്ങൾക്ക് ഓൾറെഡി പഠിച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, വെലോസിറ്റി ഓഫ് ലൈറ്റ്, പ്രകാശത്തിൻ്റെ പ്രവേഗം എത്രയാ? 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. ഇത് നമ്മൾ എല്ലാ കാലത്തും പറയുന്നൊരു വാല്യൂ തന്നെയല്ലേ? ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കേണ്ടത് ഇല്ല. പ്രകാശത്തിൻ്റെ പ്രവേഗം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്. നമ്മൾ 2.99 സംതിങ് ആണ് എഴുതാറ്, എങ്കിലും 3 × 10⁸ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു പ്യുവർ നമ്പർ അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ്, പ്യുവർ നമ്പർ ഓർ കോൺസ്റ്റൻസ്, പ്യുവർ നമ്പർ ഓർ കോൺസ്റ്റൻസ്, ഇങ്ങനെ വരുന്നതിലെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ എണ്ണം എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫിനിറ്റ് എന്നാണ് പറയേണ്ടത്. ഇൻഫിനിറ്റ് significant figures. In a pure number or a constant, the number of significant figures are infinite. എന്തുകൊണ്ടാണ് അത് ഇൻഫിനിറ്റ് എന്ന് പറയുന്നത്? നമ്മളൊരു മെഷർമെൻറ്റിൻ്റെ കൃത്യത അല്ലെങ്കിൽ കോൺഫിഡൻസ് ആണ് എന്ത് കാണിക്കുന്നത്? സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ എണ്ണം കാണിക്കുന്നത് അല്ലേ? അപ്പോൾ കോൺഫിഡൻസ് കൂടുതലാണ്, ഇതൊരിക്കലും മാറില്ല, അത് ഏത് കാലത്തും അത് തന്നെയാണ് അല്ലേ? വി ആർ വെരി ഷുവർ. അതുകൊണ്ടാണ് അതിലെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ത് വരുന്നത്? ഇൻഫിനിറ്റ്. ക്ലിയർ ആയോ? അപ്പം നമ്മളൊരു ക്യൂബ് എടുക്കാമെന്ന് വിചാരിക്കൂ. ഒരു ക്യൂബ്. ഓക്കെ, ഈ ഒരു ക്യൂബിൻ്റെ സർഫേസ് ഏരിയ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക? ഒരു സൈഡ് എ ആണെങ്കിൽ ഒരു സൈഡിൻ്റെ ഏരിയ A² എന്ന് പറയും അല്ലേ? അപ്പോൾ 6 ഫേസ് ഉണ്ട്, അപ്പോൾ 6A². അപ്പോൾ ഈ 6 എന്ന് പറയുന്നത് ഏതെങ്കിലും കാലത്ത് മാറുമോ? ഇല്ല, എല്ലാ കാലത്തും അത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇറ്റ് ഈസ് എ പ്യുവർ നമ്പർ. അങ്ങനെ പ്യുവർ നമ്പറിലെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ എണ്ണം എന്തായിരിക്കും? ഇൻഫിനിറ്റ് എന്നാണ് പറയേണ്ടത്. ക്ലിയർ? ഇൻഫിനിറ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഓക്കെ, അപ്പോൾ അത് മറന്നു പോകരുത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വൺ മോർ, നമ്മുടെ വാട്ടറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ 1.33 എന്നാണ് പറയുക. അപ്പോൾ ഇതിലെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇങ്ങനെ പറയണം കേട്ടോ. വാട്ടറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ട് വേണം ചോദിക്കാൻ. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലാണ് അത് നമ്മളൊരു കോൺസ്റ്റൻ്റ് എന്നുള്ള രീതിയിൽ എടുക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ കൗണ്ട് ചെയ്തിട്ട് 3 എന്ന് പറയരുത്. ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്. ദെയർഫോർ ഇൻഫിനിറ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ് അതിൽ വരുന്നത്.
ക്ലിയർ ആയോ? അപ്പോൾ മാഷ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കണ്ടുപിടിക്കുന്ന കാര്യങ്ങളാണ് ഇത്രയും പറഞ്ഞത്. ഇനി നമുക്കിത് എക്സാമിന് പ്രോബ്ലംസ് ഓറിയൻറ്റഡ് ആയിട്ട് ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളോട് പറയുന്നു ഒരു സ്ക്വയറിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും അല്ലേ തുല്യമല്ലേ വരിക. അപ്പോൾ ലെങ്ത്ത് 1.4 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്തും 1.4 സെൻറ്റിമീറ്റർ ആണ്, തുല്യമായിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഏരിയ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. പക്ഷെ അത് ചോദ്യത്തിലൊരു കാര്യം കൂടെ പറയും, ഏരിയ ഇൻ പ്രോപ്പർ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. കറക്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൽ നമ്മൾ ഏരിയ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ കറക്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൽ ഏരിയ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇത് വെറുതെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ പോരാ, അവിടെ നമ്മൾ ചില റൂള് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ആ റൂളാണ് അടുത്തത് പറയുന്നത്. നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഓർ ഡിവിഷൻ, രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ഓർത്ത് വെക്കേണ്ട റൂളുണ്ട്. മൾട്ടിപ്ലിക്കേഷൻ ഓർ ഡിവിഷൻ, മാത്തമാറ്റിക്സിൽ ഈ രണ്ട് ഓപ്പറേഷൻ നടത്തുമ്പോൾ നമ്മൾ ഓർത്ത് വെക്കേണ്ട റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്പേഴ്സില്ലേ, ആ നമ്പേഴ്സിലെ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്രയാണെന്ന് നോക്കുക. തന്നിട്ടുള്ള നമ്പേഴ്സിൽ ഏറ്റവും കുറഞ്ഞ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്രയാണെന്ന് നോക്കുക. അതിനേക്കാൾ കൂടാൻ പാടില്ല നമ്മുടെ റിസൾട്ടിലെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. റിസൾട്ടിലെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം? ഏറ്റവും കുറഞ്ഞ സിഗ്നിഫിക്കൻറ്റ് ഫിഗറിന് തുല്യം, അല്ല എങ്കിൽ അതിനേക്കാൾ കുറവ് എന്നുള്ള കൺസെപ്റ്റ് വരില്ല. എപ്പോഴും നമുക്ക് പ്രോഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടിയാണ് വരിക. അപ്പോൾ റിസൾട്ട് കറക്റ്റ് ആവണമെങ്കിൽ എന്തായിരിക്കണം? ഏറ്റവും കുറഞ്ഞ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ എണ്ണത്തിലേക്ക് നമ്മളതിനെ മാറ്റിയെടുക്കണം. ഓക്കെ, അപ്പോൾ മാഷ് നേരത്തെ തന്ന പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. ലെങ്ത്ത് 1.4 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്ത് 1.4 സെൻറ്റിമീറ്റർ, അങ്ങനെയാണെങ്കിൽ ഏരിയ 1.4 × 1.4 1.96 സെൻറ്റിമീറ്റർ സ്ക്വയർ. കിട്ടിയല്ലോ. കാൽക്കുലേറ്റർ ഒക്കെ ഉണ്ടല്ലോ, അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ആൻസർ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഈസ് ഇറ്റ് റൈറ്റ്? നോ, റോങ് ആണ്. ഇത് സംഭവം തെറ്റൊന്നുമില്ല അല്ലേ, നമ്മൾ പ്രോഡക്റ്റ് ചെയ്തു, കറക്റ്റായിട്ട് ഉത്തരം കിട്ടിയിട്ടുണ്ട്. പക്ഷേ പ്രോപ്പർ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ തെറ്റാണ്. ഈ റൂളാണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത്. മൾട്ടിപ്ലൈ ചെയ്യാൻ ഉപയോഗിച്ച നമ്പറുകളിൽ ഏറ്റവും കുറഞ്ഞ സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൻ്റെ എണ്ണം എത്രയാണോ അതിനേക്കാൾ കൂടാൻ പാടില്ല റിസൾട്ടിലെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ എണ്ണം. ക്ലിയർ? നോട്ട് ടു ബി ഗ്രേറ്റർ ദാൻ, ഒരിക്കലും കൂടാൻ പാടില്ല. അപ്പോൾ ഇവിടെ എത്ര എണ്ണം വന്നു നോക്കിയേ. എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്? 3 അല്ലേ. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ ഉപയോഗിച്ചതിലോ 2. മൾട്ടിപ്ലൈ ചെയ്യാൻ ഉപയോഗിച്ചതിൽ ഏറ്റവും കുറഞ്ഞ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ കിട്ടിയ ആൻസറിനെ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വരുന്ന രീതിയിൽ റൗണ്ട് ഓഫ് ചെയ്യണം. ഓക്കെ, അപ്പോൾ മാഷ് റൗണ്ടിങ് ഓഫ് എന്താണെന്നറിയോ? നമുക്കതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. റൗണ്ടിങ് ഓഫ് ഇപ്പോൾ തൽക്കാലം ഇതൊന്ന് റൗണ്ട് ഓഫ് ചെയ്യുന്നത് പറഞ്ഞുതരാം. ഇപ്പോൾ ഈ നമ്പർ ആദ്യത്തെ ഡിജിറ്റ് അല്ലേ, ഇത് രണ്ടാമത്തെ ഡിജിറ്റ്, ഇവിടെയാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത്. എന്നാലല്ലേ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വരൂ. അപ്പോൾ ഈ മൂന്നാമത്തെ ഡിജിറ്റിനെ നമ്മൾ ഡ്രോപ്പ് ചെയ്യണം. ഇത് നമ്മൾ പറയുക ഡ്രോപ്പിംഗ് ഡിജിറ്റ് എന്നാണ്. ഈ മൂന്നാമത്തെ ഡിജിറ്റിനെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുന്നൊരു കാര്യമുണ്ട്. ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 5, 5നേക്കാൾ കൂടിയ ഡിജിറ്റ് ആണെങ്കിൽ 1 ഇപ്പുറത്തോട്ട് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 5, അപ്പോൾ 5നേക്കാൾ കൂടുതലല്ലേ, ഇത് 6 അല്ലേ, അപ്പോൾ 1 ഇങ്ങോട്ട് ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 0 വരും അല്ലേ, ഇപ്പുറത്ത് 2 എന്ന് വരും. അപ്പോൾ ആൻസർ എന്താ എഴുതുക? 2.0 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ നോക്കൂ, ഇൻ പ്രോപ്പർ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏരിയ എന്തായിരിക്കണം? 2.0 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നായിരിക്കണം. വെറുതെ ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ ചെയ്താലും ഓക്കെ, പക്ഷെ കറക്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൽ ചെയ്യാൻ പറഞ്ഞാൽ 2.0
സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നാണ് വരിക. ക്ലിയർ ആയോ? ഓക്കെ. ഇനി നമുക്ക് റൗണ്ടിങ് ഓഫ് നമുക്ക് ലാസ്റ്റ് പറയാം കേട്ടോ. അഡീഷനും സബ്സ്ട്രാക്ഷൻ കൂടെ പറഞ്ഞു കഴിഞ്ഞിട്ട് മാഷ് പറഞ്ഞുതരാം. ഇനി ഇതേപോലെ തന്നെ രണ്ട് നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്യുകയോ സബ്സ്ട്രാക്റ്റ് ചെയ്യുകയോ ചെയ്യുമ്പോൾ എന്താണ് അഡീഷൻ ഓർ സബ്സ്ട്രാക്ഷൻ? അഡീഷൻ ഓർ സബ്സ്ട്രാക്ഷൻ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന റൂൾ എന്താണ്? ആ രണ്ട് നമ്പേഴ്സിലെ ഡെസിമൽ പ്ലേസ് ആണ് നമ്മൾ നോക്കുന്നത്. എന്താണ് ഡെസിമൽ പ്ലേസ്? കൂട്ടാനോ കുറയ്ക്കാനോ നമ്മൾ ഉപയോഗിക്കുന്ന നമ്പേഴ്സിലെ ഏറ്റവും കുറഞ്ഞ ഡെസിമൽ പ്ലേസ് എത്രയാണോ അതിനേക്കാൾ കൂടാൻ പാടില്ല നമ്മുടെ റിസൾട്ടിലെ ഡെസിമൽ പ്ലേസ്. റിസൾട്ടിലെ ഡെസിമൽ പ്ലേസ്. ക്ലിയർ ആയോ? നമ്മൾ കൂട്ടാനോ കുറയ്ക്കാനോ ഉപയോഗിക്കുന്ന നമ്പേഴ്സിൽ എത്രയാണോ ഡെസിമൽ പ്ലേസ് വരുന്നത് അതിനേക്കാൾ കൂടാൻ പാടില്ല നമ്മുടെ റിസൾട്ടിലെ ഡെസിമൽ പ്ലേസ്. അപ്പോൾ കൂടുകയാണെങ്കിൽ വീണ്ടും എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞ പോലെ റൗണ്ട് ചെയ്യണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ മാഷ് നേരത്തെ തന്ന പോലെ 2 ഡിജിറ്റ് 1.4 പ്ലസ് 1.42 തന്നു. ഇത് കൂട്ടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞൂടെ? 2.82 അല്ലേ? 2.82 എന്നല്ലേ വരിക? നോക്കിയോ? 2.82. അപ്പോൾ ഈ ആൻസർ ശരിയാണോ? രണ്ട് ക്വാണ്ടിറ്റി, ഇതിപ്പോൾ ലെങ്ത്തോ ബ്രെഡ്ത്തോ എന്തെങ്കിലും ആണെന്ന് വിചാരിക്കും. രണ്ടെണ്ണം കൂട്ടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂട്ടിക്കഴിഞ്ഞാൽ എന്താ കിട്ടുന്നത്? 2.82 എന്നാണ് കിട്ടിയത്. ക്ലിയർ? അപ്പോൾ ഇത് ഡെസിമൽ പ്ലേസ് ഒന്ന് നോക്കിയേ. ആൻസറിലെ ഡെസിമൽ പ്ലേസ് 2 വരുന്നുണ്ട്. നമുക്ക് ആഡ് ചെയ്യാൻ ഉപയോഗിച്ച നമ്പേഴ്സിലെ ഏറ്റവും കുറഞ്ഞ ഡെസിമൽ പ്ലേസ് എത്രയാ? 1 ആണ് അല്ലേ? അപ്പോൾ അതിനേക്കാൾ കൂടാൻ പാടില്ല റിസൾട്ടിലെ ഡെസിമൽ പ്ലേസ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ വെച്ച് നമുക്ക് നിർത്തണം. 2.8 എന്നേ വരാൻ പാടൂ, ഇത് വരാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ഡ്രോപ്പിംഗ് ഡിജിറ്റ് നോക്കുക. 2 അല്ലേ വന്നത്? ഇറ്റ് ഈസ് ലെസ് ദാൻ 5 ആണ് അല്ലേ? 5നേക്കാൾ കുറവാണെങ്കിൽ ഈ നമ്പറിന് മാറ്റമില്ലാതെ എഴുതി വയ്ക്കുക. ക്ലിയർ? നോ ചേഞ്ച്. അപ്പോൾ 2.8 എന്നാണ് ഉത്തരം വരിക. അപ്പോൾ ഡെസിമൽ പ്ലേസിൽ അതേ ഡെസിമൽ പ്ലേസ് ആണ് വരുന്നത്. ആൻസറിൽ ഡെസിമൽ പ്ലേസും ആഡ് ചെയ്യാൻ ഉപയോഗിച്ചാൽ ഏറ്റവും കുറഞ്ഞ ഡെസിമൽ പ്ലേസും ഒന്ന് തന്നെയാണ്. ക്ലിയർ ആയോ? അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ അതിലെങ്ങനെയാണ്? മൾട്ടിപ്ലൈ ചെയ്യാനോ ഡിവൈഡ് ചെയ്യാനോ ഉപയോഗിക്കുന്ന നമ്പേഴ്സിൽ ഏറ്റവും കുറഞ്ഞ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ എണ്ണത്തേക്കാൾ കൂടാൻ പാടില്ല റിസൾട്ടിലെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ എണ്ണം. ഇനി ആഡ് ചെയ്യുകയോ സബ്സ്ട്രാക്റ്റ് ചെയ്യുകയോ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ ഡെസിമൽ പ്ലേസ് ആണ് നോക്കേണ്ടത്. ക്ലിയർ? കൂട്ടാനോ കുറയ്ക്കാനോ ഉപയോഗിക്കുന്ന നമ്പേഴ്സിലെ ഏറ്റവും കുറഞ്ഞ ഡെസിമൽ പ്ലേസ് ഏതാണോ അതിനേക്കാൾ കൂടാൻ പാടില്ല റിസൾട്ടിൽ. അങ്ങനെ വരുമ്പോഴും നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യണം. ക്ലിയർ ആയോ? അപ്പോൾ എക്സാമിന് ഇങ്ങനെ ചോദിക്കാറുണ്ട്, വെറുതെ ആഡ് ചെയ്യാനോ കുറയ്ക്കാനൊക്കെ ചോദിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുമോ ഇപ്പോഴാണോ ഈ അഡീഷനും സബ്സ്ട്രാക്ഷനൊക്കെ ചോദിക്കുന്നതെന്ന്? അപ്പോൾ അത് കറക്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിലാണ് എഴുതാൻ പറയുന്നത്. വെറുതെ അങ്ങോട്ട് കൂട്ടി വെച്ചാൽ പോരാ. അപ്പോൾ നമുക്ക് അവിടെ റൗണ്ടിങ് ഓഫ് എന്ന് പറയുന്ന കാര്യം കൂടെ അറിഞ്ഞിരിക്കണം. ക്ലിയർ? ഇനി നമുക്ക് റൗണ്ടിങ് ഓഫ് എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ? നേരത്തെ പറഞ്ഞു ചിലപ്പോൾ ആൻസർ 2 ഡിജിറ്റിലേക്ക് അല്ലെങ്കിൽ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുക എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ മാഷ് ഇവിടെ ഒരു പ്രോബ്ലം എഴുതിയിരിക്കുകയാണ്. നോക്കൂ, റൗണ്ട് ഓഫ് ടു 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. താഴെ തന്നിട്ടുള്ള നമ്പേഴ്സിനെ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിലേക്ക് 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുക. ക്ലിയർ? അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക? ഓരോന്നായിട്ട് നോക്കൂ. ഇത് എത്രയും അങ്ങോട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇതിലെല്ലാ കൺസെപ്റ്റും വരുന്ന രീതിയിലാണ് മാഷ് ഈ പ്രോബ്ലം തന്നിട്ടുള്ളത്. ഓക്കെ, ആദ്യത്തെ എടുക്കൂ. 2.36 നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യേണ്ടത് 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിലേക്കാണ് അല്ലേ? അപ്പോൾ 2, 3
ഇത് രണ്ടും സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സാണ്. ഇത്രയാൽ തന്നെ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗറായി. അപ്പോൾ നമുക്ക് ഇത് ഡ്രോപ്പ് ചെയ്യണം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡ്രോപ്പിംഗ് ഡിജിറ്റ്. ഡ്രോപ്പിംഗ് ഡിജിറ്റ്. ഓക്കെ. ഇഫ് ദ ഡ്രോപ്പിംഗ് ഡിജിറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ, ഇപ്പോൾ എക്സ് ആണെന്ന് വിചാരിക്കുക, ഇവിടെ വരുന്ന അക്കം എക്സ് ആണെന്ന് വിചാരിക്കുക. ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 5, 5നേക്കാൾ കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പുറത്തോട്ട് ഒരെണ്ണം ആഡ് ചെയ്യണം. ഓക്കെ. അപ്പോൾ നമുക്ക് ആൻസേഴ്സ് ഇവിടെ എഴുതി പോവാം കേട്ടോ. ആൻസേഴ്സ്. എ പാർട്ടിൻ്റെ ആൻസർ എന്താ വരുന്നത്? 2.4 എന്നാണ് എഴുതുക അല്ലേ? 2.4. ക്ലിയർ ആയോ? അപ്പോൾ 3, 6 എന്ന് വന്നു. ഈ 6 ആണ് നമ്മുടെ ഡ്രോപ്പിംഗ് ഡിജിറ്റ്. ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 5, 1 ഇപ്പുറത്തോട്ട് ആഡ് ചെയ്യുക. അപ്പോൾ 2.4. അടുത്ത് നോക്കൂ, 2.32. 2.32. അപ്പോൾ ഇവിടം വരെയാണ് നമ്മുടെ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വരുന്നത്. ഇത് നമുക്ക് ഡ്രോപ്പ് ചെയ്യണം. ഇതാണ് നമ്മുടെ ഡ്രോപ്പിംഗ് ഡിജിറ്റ്. ആ ഡ്രോപ്പിംഗ് ഡിജിറ്റ് ഏതോ ആയിക്കോട്ടെ, എക്സ് എന്ന് കൊടുത്തു. ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ 5, 5നേക്കാൾ കൂടുതലാണെങ്കിൽ ഈ ഡിജിറ്റ് എന്തായിരിക്കണം? അൺചേഞ്ച്ഡ് ആണ്, മാറ്റമില്ലാതെ എഴുതണം. യാതൊരു മാറ്റവുമില്ല, അൺചേഞ്ച്ഡ്. അപ്പോൾ ഇതെന്താ വരിക? ബി. പറയൂ. ഒന്ന് കുറയ്ക്കാൻ നിൽക്കരുത് കേട്ടോ. ഇത് അൺചേഞ്ച്ഡ് എന്നാണ് പറഞ്ഞത്. എക്സ് ലെസ് ദാൻ 5. ഇവിടെ നമ്മുടെ ഡ്രോപ്പിംഗ് ഡിജിറ്റ് 5നേക്കാൾ ചെറുതാണെങ്കിൽ ഇവിടെ ഒന്ന് കുറച്ച് വയ്ക്കരുത്. അൺചേഞ്ച്ഡ് ആയിട്ടാണ് എഴുതുന്നത്. അപ്പോൾ 2.3 തന്നെയാണ് വരിക. ഓക്കെ. ഇനി ഇവിടെ നോക്കൂ, 2.356. ഇവിടെയാണ് പ്രശ്നം വന്നത് അല്ലേ? ഇത്രയാണ് നമ്മുടെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. നമ്മുടെ ഡ്രോപ്പിംഗ് ഡിജിറ്റ് എന്താണ് ഇവിടെ? ഈക്വൽ ടു 5 എന്നാണ് വന്നത് അല്ലേ? നമ്മുടെ ഡ്രോപ്പിംഗ് ഡിജിറ്റ് 5 എന്നാണ് വന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ഉപയോഗിക്കുന്ന റൂള്, ദിസ് 5 ഫോളോവ്ഡ് ബൈ നോൺ സീറോ ഡിജിറ്റ്. നോൺ സീറോ ഡിജിറ്റ്സ് ഫോളോ ചെയ്തിട്ടാണ് 5 വരുന്നതെങ്കിൽ, ഇവിടെ നോൺ സീറോ ഡിജിറ്റ് അല്ലേ? 2.356 ആണ് വന്നത്. അങ്ങനെയാണെങ്കിൽ ഒരെണ്ണം ഇപ്പുറത്ത് ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. ക്ലിയർ? 2.3 കഴിഞ്ഞ് 5 ആണ് നമ്മുടെ ഡ്രോപ്പിംഗ് ഡിജിറ്റ് അല്ലേ? അപ്പോൾ ഡ്രോപ്പിംഗ് ഡിജിറ്റിന് 5 എന്ന് വന്നു. ഇനി ഫോളോഡ് ബൈ നോൺ സീറോ ഡിജിറ്റ് ആണെങ്കിൽ നമ്മൾ ഒരെണ്ണം ആഡ് ചെയ്തിട്ടാണ് എഴുതുക. അപ്പോൾ സി പാർട്ട് എന്താ വരിക? 2.4 എന്നാണ് വരിക. ക്ലിയർ ആയോ? അടുത്തത് നോക്കൂ, 2.352. ഇതും ഡ്രോപ്പിംഗ് ഡിജിറ്റ് എന്താണ്? 5 തന്നെയാണ്. ഫോളോഡ് ബൈ നോൺ സീറോ ഡിജിറ്റ് അല്ലേ? ആ ഫോളോ ചെയ്യുന്ന ഡിജിറ്റിനെ നിങ്ങൾ നോക്കണ്ട, അത് 0 പിന്നെ 5നേക്കാൾ കൂടുതലാണോ അല്ലയോ എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ ഫോളോഡ് ബൈ നോൺ സീറോ ഡിജിറ്റ് ആണെങ്കിൽ എഗെയിൻ ഇതേ റൂൾ തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ 2. ഡി പാർട്ടിൻ്റെ ആൻസർ എന്താ വരിക? 2.4 തന്നെയാണ് വരിക. ക്ലിയർ? ഇനി ഈ നോക്കിയേ, എന്താണ്? 2.35. നമ്മുടെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇവിടെ വരെയുള്ളൂ അല്ലേ? ഡ്രോപ്പിംഗ് ഡിജിറ്റ് ഈക്വൽ ടു 5 എന്നാണ്. അപ്പോൾ ഇവിടെ ഫോളോഡ് ബൈ 0 ഓർ നോ ഡിജിറ്റ്. ആ 5 കഴിഞ്ഞ് ഒന്നുകിൽ 0 വരാം, 0 വരികയോ അല്ലെങ്കിൽ ഡിജിറ്റ് ഇല്ലാതിരിക്കുകയോ ചെയ്താൽ അവിടെ നമ്മൾ ഒരു പ്രത്യേക റൂളും കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇവിടെ 5 അല്ലേ വന്നത്? 5ൻ്റെ അപ്പുറത്ത് അല്ലേ 0 അല്ലാത്ത അക്കങ്ങളൊന്നുമില്ല, ഡിജിറ്റ് ഒന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഈ നമ്പറിനെയാണ് നമ്മൾ നോക്കേണ്ടത്. ക്ലിയർ? നമ്മുടെ ലാസ്റ്റ് നമ്പർ നോക്കുക. ഇത് ഓഡ് നമ്പർ ആണെങ്കിൽ +1 ചെയ്യണം. ക്ലിയർ ആയോ? ഈ നമ്പർ വരുന്നത് ഓഡ് നമ്പർ ആണെങ്കിൽ 1 ആഡ് ചെയ്തിട്ട് എഴുതണം. അപ്പോൾ നമ്മുടെ ഈയുടെ ആൻസർ എന്താ വരിക? 2.4 എന്നാണ് വരിക. പക്ഷെ പറഞ്ഞത് ക്ലിയർ ആയോ? ഡ്രോപ്പിംഗ് ഡിജിറ്റ് 5 എന്ന് വന്നു. പക്ഷെ 5ൻ്റെ കൂടെ അക്കങ്ങൾ വേറെ ഒന്നുമില്ല.
ഒന്നുകിൽ അക്കമില്ലാതിരിക്കാം അല്ലെങ്കിൽ 0 വരാം. 0 വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ലാസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആയിട്ടുള്ള ഡിജിറ്റ് ഏതാണെന്ന് നോക്കുക. അത് ഓഡ് നമ്പർ ആണെങ്കിൽ 1 ആഡ് ചെയ്യുക. അടുത്തത് നോക്കിയേ 2.45. എഗെയിൻ ഇതേ കേസ് തന്നെയാണ് അല്ലേ. 5 ആണ് വന്നത്, ഫോളോഡ് ബൈ 0 ഓർ നോ ഡിജിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് വരുന്നതെങ്കിൽ വീണ്ടും ഈ നമ്പറാണ് നോക്കേണ്ടത്. ഇത് ഈവൻ നമ്പറായില്ലേ വന്നിട്ടുള്ളത്, 4 അല്ലേ, ഈവൻ നമ്പറാണ്. ഈവൻ നമ്പർ ആണെങ്കിൽ നോ ചേഞ്ച്, ഒരു മാറ്റവും ഇല്ലാണ്ട് അതേപോലെ എഴുതി വയ്ക്കുക. അപ്പോൾ നമ്മുടെ ഈ എഫ് എന്തായിരിക്കും ആൻസർ വരിക, 2.4 തന്നെയാണ് വരിക. ക്ലിയർ ആയോ? അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ റൗണ്ടിങ് ഓഫ് ചെയ്യുക. പക്ഷെ പറഞ്ഞ ക്ലിയർ ആയോ? അതായത് ഡ്രോപ്പിംഗ് ഡിജിറ്റിനെ നോക്കുക. ആദ്യത്തെ റൂള് അത് ഗ്രേറ്റർ ദാൻ 5 ആണെങ്കിൽ ഒരെണ്ണം അപ്പുറത്തെ ആഡ് ചെയ്യുക. അത് ഈവൻ ആയാലും ഓടായാലും ഒന്നും പ്രശ്നമില്ല, ഒരെണ്ണം അപ്പുറത്തോട്ട് കൂട്ടുക. അടുത്തത് ഡ്രോപ്പിംഗ് ഡിജിറ്റ് ലെസ് ദാൻ 5 ആണെങ്കിൽ റിമെയിൻ അൺചേഞ്ച്ഡ്, ഈ നമ്പറിന് മാറ്റമൊന്നും ഇല്ലാതെ അതേപോലെ എഴുതി വയ്ക്കുക. ക്ലിയർ? ഇനി ഡ്രോപ്പിംഗ് ഡിജിറ്റ് 5 ആണെങ്കിൽ ആ 5ൻ്റെ കൂടെ ഏതെങ്കിലും നോൺ സീറോ ഡിജിറ്റ് ആയിരിക്കും വരിക. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇതേപോലെ തന്നെ ചെയ്യണം, ആഡ് ചെയ്യുക, ഒരെണ്ണം കൂട്ടുക. അപ്പോൾ 2.4 ഇവിടെയും 2.4 എന്നാണ് വരിക. അടുത്ത റൂളാണ് ശ്രദ്ധിക്കേണ്ടത്. എങ്ങനെയാ, ഡ്രോപ്പിംഗ് ഡിജിറ്റ് 5 ആണ്, പക്ഷേ ഫോളോഡ് ബൈ 0 അല്ലെങ്കിൽ നോ ഡിജിറ്റ്സ് ആണ്. ഇവിടെ അക്കങ്ങളൊന്നും ഇല്ല എങ്കിൽ ഈ നമ്പർ നോക്കുക. ക്ലിയർ? ഇത് ഓഡ് നമ്പർ ആണെങ്കിൽ ഒന്ന് ആഡ് ചെയ്തിട്ട് വേണം എഴുതാൻ. അപ്പോൾ 2.4. ഇത് ഈവൻ നമ്പർ ആണെങ്കിൽ എന്ത് ചെയ്യണം, കൂട്ടണോ? വേണ്ട, അത് അതേപോലെ ചേഞ്ച് ഇല്ലാതെ എഴുതി വയ്ക്കുക. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് നമ്മുടെ റൗണ്ടിങ് ഓഫ് എന്ന് പറയുന്ന പ്രോസസ്സ്. അപ്പോൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൽ കറക്റ്റായിട്ട് എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൂൾ അപ്ലൈ ചെയ്ത് എന്ത് ചെയ്യണം, നിങ്ങൾ തന്നിരിക്കുന്നതിനെ റൗണ്ട് ഓഫ് ചെയ്തിട്ട് വേണം എഴുതാൻ. അപ്പോൾ നമ്മുടെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ ഈ ഒരു പോർഷനിൽ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത് കേട്ടോ. ആ റൂൾസ് കറക്റ്റായിട്ട് കാണാതെ പഠിച്ചു വയ്ക്കുകയല്ല, നമുക്കത് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അതിൽ നിന്ന് വരുന്ന പ്രോബ്ലംസ് പിന്നെ സോൾവ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഈ ഓപ്പറേഷൻസ് അതിൽ ചോദിക്കും. പിന്നെയുള്ള കാര്യങ്ങൾ മാഷ് നേരത്തെ പറഞ്ഞു. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ എണ്ണം കൂടിയാൽ ആ മെഷർമെൻറ്റിൻ്റെ കൃത്യത കൂടുകയാണ് ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടെ ഓർത്ത് വയ്ക്കുക, ഇപ്പം നമ്മൾ യൂണിറ്റ് മാറ്റിയാൽ ഇപ്പം മാഷ് നേരത്തെ തുടങ്ങിയ പ്രോബ്ലം അതായിരുന്നു അല്ലേ. ഇപ്പം 2.0 കിലോമീറ്റർ ഈക്വൽ ടു, ഇവിടെ നമുക്ക് എത്രയാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ വരുന്നത്, 2. ഇതിന് നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 2.0 × 10⁻³ മീറ്റർ. ഇവിടെയും സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്രയാ, 2. എന്തായിരുന്നു കിട്ടിയ കൺസെപ്റ്റ് പറ. യൂണിറ്റ് മാറിക്കഴിഞ്ഞാൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ എണ്ണം എന്താവില്ല, മാറില്ല. ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ സിസ്റ്റം ഓഫ് യൂണിറ്റ്. നിങ്ങൾ കിലോമീറ്ററിൽ മെഷർ ചെയ്താലും മീറ്ററിൽ മെഷർ ചെയ്താലും സെൻറ്റിമീറ്ററിൽ മെഷർ ചെയ്താലും ഒരേ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് തന്നെയാണ് വരിക. ക്ലിയർ ആയോ? അപ്പോൾ അത് മറന്നു വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും ഭാഗത്തുനിന്ന് ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വ്യക്തമായി പേനയും പേപ്പർ എടുത്ത് ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിൽ താഴെയായിട്ട് മാഷോട് ചോദിക്കുക, ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ കാണുമ്പോൾ നിർബന്ധമായിട്ടും ചെയ്ത് പേനയും പേപ്പർ എടുത്ത് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.